Dear friends, good morning. Today we are going to study about the remaining part of the emergence of South Indian societies. Third part. First part already പഠിച്ചു കഴിഞ്ഞു, നിയോലിത്തിക് ഏജ്. സെക്കൻഡ് പാർട്ട് മെസോലിത്തിക് ഏജ്. തേർഡ് പാർട്ട് നിയോലിത്തിക് ഏജ് ഓർ ദ ന്യൂ സ്റ്റോൺ ഏജ്. ഇതാണ് ഇന്നത്തെ ടോപ്പിക്, ന്യൂ സ്റ്റോൺ ഏജ്. നിയോലിത്തിക് ഏജ് മാർക്കഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ റെലം ഓഫ് സിവിലൈസേഷൻ. സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആയിരുന്നു ഈ നിയോലിത്തിക് ഏജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂ സ്റ്റോൺ ഏജ്, ആധുനിക നവീന ശിലായുഗം എന്ന് മലയാളത്തിൽ അറിയപ്പെടും. The date of this age appeared to be from 1500 BC. 1500 BC-യിൽ ഇത് ആരംഭിച്ചു എന്നാണ് നിഗമനം. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. ഇൻ ദിസ് ഏജ് ദ ആക്ടിവിറ്റീസ് ഓഫ് മാൻ വൈഡൻഡ്. പഴയ കാലം പോലെയല്ല, കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ലൈഫ് നയിക്കുകയാണ് ആളുകൾ. ദേ ക്ലിയർഡ് ദ ഫോറസ്റ്റ് ആൻഡ് കൾട്ടിവേറ്റഡ് ദ ലാൻഡ്. ഫോറസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് വെട്ടി നിരപ്പാക്കി അവിടെയെല്ലാം കൃഷി ആരംഭിക്കുകയും ചെയ്യുന്നത് ഈ നിയോലിത്തിക് കാലഘട്ടത്തിലായിരുന്നു, ന്യൂ സ്റ്റോൺ ഏജിലായിരുന്നു. നെസസറി ടൂൾസ് വെയർ പ്രൊഡ്യൂസ്ഡ് ഫോർ ദ ക്ലിയറൻസ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് കൾട്ടിവേറ്റ് ദ ലാൻഡ്. അത്യാവശ്യം ടൂൾസ് എല്ലാം തന്നെ ഈ കാലഘട്ടത്തിൽ അവർ ഉൽപ്പാദിപ്പിച്ചു, പ്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം അത്യാവശ്യം ഈ ഫോറസ്റ്റിനെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം കൾട്ടിവേഷൻ പ്രോസസ്സ് ആരംഭിക്കുകയും ചെയ്തു, കൃഷി ആരംഭിക്കുകയും ചെയ്തു. ന്യൂ ടെക്നോളജീസ് വെയർ അഡോപ്റ്റഡ് ടു മേക്ക് കോണിക് ഷേപ്ഡ് ആക്സസ്. കോണിക് ഷേപ്ഡ് ആക്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോണാകൃതിയിലുള്ള ആക്സുകൾ അവർ ഉണ്ടാക്കിയിരുന്നു എന്നതാണ്. ഇത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇറ്റ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ട്രീസ് ആൻഡ് ഡിഗിങ് എർത്ത്. മണ്ണ് മാന്തുന്നതിനും കുഴിക്കുന്നതിനും അതുപോലെ തന്നെ ചെടികളുടെ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ കൊമ്പുകൾ, ശിഖരങ്ങൾ മുറിക്കുന്നതിനും ഒക്കെ ഇത് ഉപയോഗിക്കുകയും ചെയ്തു. മെൻ ഓഫ് ദിസ് ഏജ് ബിഗാൻ ടു സെറ്റിൽ പെർമനൻ്റ്ലി ഇൻ എ പ്ലേസ്. കൃഷി ആരംഭിച്ചതോടുകൂടി ഈ മനുഷ്യൻ സ്ഥായിയായിട്ട്, സ്ഥിരമായിട്ട് ഒരിടത്ത് ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു, സ്ഥിരതാമസം ആരംഭിക്കുകയും ചെയ്തു. മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ്സ് വെയർ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശങ്ങളെല്ലാം തിരഞ്ഞെടുത്ത് അവിടെ കൃഷി ഇറക്കുകയും ചെയ്തിരുന്നു. ദേ ആൾസോ കണ്ടിന്യൂഡ് ദ ഓക്യുപ്പേഷൻസ് ഓഫ് ഹണ്ടിങ്, ഫിഷിംഗ് ആൻഡ് ഫുഡ് ഗ്യാതറിങ്. നേരത്തെ ഉള്ള പുരാതനകാല മനുഷ്യൻ ഉപയോഗിച്ച അല്ലെങ്കിൽ പുരാതനകാല മനുഷ്യൻ ഫോളോ ചെയ്ത ആ രീതികളെല്ലാം ഇവരും ഫോളോ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഹണ്ടിങ്, ഫിഷിംഗ്, ഫുഡ് ഗ്യാതറിങ്, ഇതെല്ലാം അവർ ഫോളോ ചെയ്തിരുന്നു എന്നത് മറ്റൊരു സത്യം. ഇൻ തമിഴ്നാട്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡിസ്കവേർഡ് എ നിയോലിത്തിക് സൈറ്റ് അറ്റ് സേലം. തമിഴ്നാട്ടിൽ സേലം എന്ന് പറയുന്ന സ്ഥലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു നിയോലിത്തിക് സൈറ്റ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ദേ ഡിസ്കവേർഡ് ടൂൾ ഇംപ്ലിമെൻറ്റ്സ് ലൈക്ക് കോം ക്രഷർ, ഹാമർ സ്റ്റോൺ, സ്റ്റോൺ വെസൽസ് എക്സെട്ര. ഇത്തരത്തിലുള്ള ആയുധങ്ങളെല്ലാം തന്നെ, ക്രഷർ എന്ന് പറയുന്നത് പൊടിക്കുന്നതിന് അല്ലെങ്കിൽ ചതയ്ക്കുന്നതിന് വേണ്ടിയുള്ള ചില ഉപകരണങ്ങൾ, ഹാമർ സ്റ്റോൺ, കല്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഹാമർ, സ്റ്റോൺ വെസൽസ്, മറ്റ് കല്ലായുധങ്ങൾ, ഇവയെല്ലാം തന്നെ സേലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. വിച്ച് പ്രൂവ്ഡ് ദാറ്റ് നിയോലിത്തിക് പീപ്പിൾ വെയർ മോർ അഡ്വാൻസ്ഡ് ദാൻ ദ പാലിയോലിത്തിക് പീപ്പിൾ. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ഓൾഡ് സ്റ്റോൺ ഏജിനേക്കാളും ശരിക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംസ്കാരം തന്നെയായിരുന്നു ന്യൂ സ്റ്റോൺ ഏജിലെ ജനങ്ങൾ നയിച്ചിരുന്നത്. ദ നിയോലിത്തിക് പീപ്പിൾ ലിവ്ഡ് ഇൻ ഹൗസസ്. ചെറിയ
കുടിലുകൾ ഉണ്ടാക്കി അവർ ജീവിച്ചു പോകുന്നു. ഇറ്റ് കൺസ്ട്രക്റ്റഡ് ഇൻ മഡ്, ചെളിയിലെല്ലാം ഉണ്ടാക്കിയതായിരിക്കും. ദ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗിനെ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. ആൻഡ് യൂസ്ഡ് ദം ഫോർ ഹണ്ടിങ്, വേട്ടയാടുന്നതിന് വേണ്ടി ഈ പട്ടിയെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പോട്ടറീസ് ഓഫ് ഡിഫറൻറ്റ് വെറൈറ്റീസ് വെയർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഷോഡ് ഇൻട്രസ്റ്റ് ഇൻ പെയിൻറ്റിങ്. പല തരത്തിലുള്ള പോട്ടറികൾ, കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കൾ അവരുണ്ടാക്കിയിരുന്നു. അതുമാത്രമല്ല, അത്യാവശ്യം പെയിൻറ്റിങ്ങിൽ അവർ താല്പര്യം കാണിച്ചിരുന്നതായിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. ഇത്തരത്തിലുള്ള പോട്ടറുകളെ ഉണ്ടാക്കി പെയിൻറ്റ് ചെയ്ത് വയ്ക്കുമായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ദേ നോ ദ ആർട്ട് ഓഫ് മേക്കിംഗ് ഫയർ ആൻഡ് ഈസ് യൂസ്. തീയുടെ ഉപയോഗം അവർ കണ്ടുപിടിച്ചു. ഭക്ഷണ സാധനങ്ങൾ ചുട്ടുകരിക്കുന്നതിന് വേണ്ടി എല്ലാം അവർ ആരംഭിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തീ അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ തീ കണ്ടുപിടിക്കുന്നതെല്ലാം ന്യൂ സ്റ്റോൺ ഏജിലാണ്, നിയോലിത്തിക് ഏജിലാണ് ഈ ഒരു വികാസം ഉണ്ടാവുന്നത്. ദ ഡിസ്കവറി ഓഫ് ഫയർ വാസ് ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ദിസ് ഏജ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അവരുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നതും ഇത് തന്നെയായിരുന്നു. ദ യൂസ്ഡ് സ്കിൻ ഓഫ് ആനിമൽസ്, ലീവ്സ്, ബാർക്സ് ഓഫ് ട്രീസ് ആസ് ഡ്രസ്. അത്യാവശ്യം വസ്ത്രമായിട്ട് ഇലകൾ നെയ്തും അതുപോലെ തന്നെ ഈ മരങ്ങളുടെ പുറന്തൊലിയും ഈ അനിമൽസിൻ്റെ സ്കിന്ന് ഇതെല്ലാം അവർ ഉപയോഗിച്ചിരുന്നു. വേരിയസ് ഓർണമെൻറ്റ്സ് സച്ച് ആസ് ബഡ്സ്, ബട്ടൺ, ബാംഗിൾസ് ആൻഡ് റിങ്സ് വെയർ ഡിസ്കവേർഡ് അറ്റ് വേരിയസ് സെൻറ്റേഴ്സ് ഓഫ് ദിസ് സിവിലൈസേഷൻ. ഇമ്പോർട്ടൻസ് വാസ് ഗിവൺ ടു ഓർണമെൻറ്റ്സ്. ഓർണമെൻറ്റ്സിനും വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. പല അവരുടെ ആഭരണങ്ങളും പലയിടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് ബാംഗിൾസ്, റിങ്സ്, ബട്ടൺസ്, ബഡ്സ് തുടങ്ങിയിട്ടുള്ള പല ആഭരണങ്ങളും പലയിടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മച്ച് ഇമ്പോർട്ടൻസ് വാസ് ഗിവൺ ടു പേഴ്സണൽ ഡെക്കറേഷൻസ്. ശരീരത്തെ അലങ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പല ഡെക്കറേഷൻസും നമുക്ക് ദർശിക്കാവുന്നതാണ്. ഇതെല്ലാം ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് കാരണം കണ്ടെത്തിയിട്ടുള്ള വസ്തുതകളും തന്നെയായിരുന്നു. ദ ഡെഡ് വെയർ ബറീഡ് ഇൻ ഏൺസ് ഓർ ജാർസ്. മരണപ്പെട്ട ആളുകളെ വലിയ പാനകളിലാക്കി, ജാറുകളിലാക്കി അവർ അടക്കം ചെയ്തിരുന്നു. ദ ബറിയൽ സിസ്റ്റം റിവീൽഡ് ദെയർ സോഷ്യൽ കസ്റ്റംസ്. ശരിക്ക് ഈ ബറിയൽ സിസ്റ്റം സൂചിപ്പിക്കുന്നത് അവരുടെ സാമൂഹ്യമായിട്ടുള്ള ഒരു കസ്റ്റം കൂടി ആയിരുന്നു. ആൻസസ്റ്റർ വർഷിപ്പ് ആൾസോ പ്രിവെയിൽഡ് എമംഗ് ദം. പൂർവ്വപിതാക്കന്മാരെ ആരാധിച്ചിരുന്ന ഒരു സിസ്റ്റം അവർക്കുണ്ടായിരുന്നു എന്നാണ്. ആത്മാക്കളെ ആരാധിക്കുന്ന സിസ്റ്റം അവർക്ക് ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം. ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് പ്രൂവ്ഡ് ദാറ്റ് നിയോലിത്തിക് സിവിലൈസേഷൻ എക്സിസ്റ്റഡ് ഇൻ ആർക്കോട്ട് ഡിസ്ട്രിക്റ്റ്, മോഹന്നൂർ, കൃഷ്ണഗിരി, ഷെർവറോയ് ഹിൽസ്, തിരുച്ചി, പുതുക്കോട്ടൈ, മധുരൈ ആൻഡ് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റ്. ഈ സ്ഥലങ്ങളിലെല്ലാം ഈ ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ആർക്കോട്ട് ഡിസ്ട്രിക്റ്റിലും മോഹന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തും കൃഷ്ണഗിരിയിലും ഷെർവറോയ് ഹിൽസിലും തിരുച്ചിയിലും പുതുക്കോട്ടയിലും മധുരയിലും തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലും എല്ലാം തന്നെ നിയോലിത്തിക് എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ്. ബിസൈഡ്സ് ദ ടൂൾസ് ആൻഡ് വെപ്പൺസ്, ഹ്യൂമൻ ആൻഡ് അനിമൽ ഫിഗേഴ്സ് വെയർ ആൾസോ ഫൗണ്ട് ഇൻ ദിസ് സെൻറ്റേഴ്സ്. മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ മാത്രം അല്ല കിട്ടിയിട്ടുള്ളത്. ഈ ആർക്കിയോളജിക്കൽ ഡിസ്കവറീസിൻ്റെ ഫലമായിട്ട് ധാരാളം അനിമൽസിൻ്റെയും മറ്റ് വസ്തുതകളും എല്ലാം തന്നെ കുഴിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. നിയോലിത്തിക് ഏജിന് ശേഷം ഇറ്റ് വാസ് സക്സീഡഡ് ബൈ അനദർ ഏജ് നെയ്മഡ് മെറ്റൽ ഏജ്.
ഈ നിയോലിത്തിക് കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു മെറ്റൽ ഏജ്, ലോകയുഗം എന്ന് നാം പറയുമല്ലോ. മെറ്റൽസ് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു കാലഘട്ടം, അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദ നിയോലിത്തിക് ഏജ് വാസ് ഫോളോഡ് ബൈ ദ അയൺ ഏജ്. നിയോലിത്തിക് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന മറ്റൊരു കാലഘട്ടമായിരുന്നു അയൺ ഏജ്. അയൺ ഇംപ്ലിമെൻറ്റ്സ് എല്ലാം ഉപയോഗിച്ച് തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. പീപ്പിൾ ഓഫ് ദിസ് ഏജ് യൂസ്ഡ് അയൺ മെറ്റൽസ് ലൈക്ക് ബ്ലേഡ്, നൈഫ്സ്, അയൺ ആക്സസ് എക്സെട്ര. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് അയൺ മെറ്റൽസ് ഉപയോഗിച്ചു തുടങ്ങി എന്നതാണ്. പ്രത്യേകിച്ച് അവർ ഉപയോഗിച്ചത് ബ്ലേഡുകൾ, നൈഫ്സ്, കത്തി എന്ന് പറയുമല്ലോ, കത്തി, അയൺ ആക്സസ്, ഇരുമ്പ് കൊണ്ടുള്ള ആക്സ്, ഇതെല്ലാം ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് അയൺ മാർക്ക്ഡ് എ റാഡിക്കൽ ചേഞ്ച് ഇൻ ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് ദ പീപ്പിൾ. ഈ ഇരുമ്പിൻ്റെ ഉപയോഗം ആരംഭിച്ചത് മനുഷ്യൻ്റെ ലൈഫിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ മാത്രമല്ല, അവൻ്റെ സാമ്പത്തിക ഘടനയിലും വളരെയധികം ചേഞ്ചസ് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നതാണ്. മറ്റൊന്നുമല്ല, അഗ്രേറിയൻ പ്രൊഡക്ഷൻ ഡബിൾ ചെയ്യുന്നതിന് അവർക്ക് കഴിഞ്ഞു എന്നത് മറ്റൊരു സത്യം. കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ കൊണ്ട് പണി ചെയ്ത് ജോലി ചെയ്ത് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തപ്പെടുന്നു. കൃഷി വളരെയധികം ഡെവലപ്പാകുന്നതിന് ഇത് കാരണമായി. ഇത് അവരുടെ സാമ്പത്തിക ഘടനയെ മാറ്റിമറിച്ചു എന്നത് ഒരു സത്യം. ദ യൂസ് ഓഫ് അയൺ ഇംപ്ലിമെൻറ്റ്സ് ഇൻ അഗ്രികൾച്ചർ ബൂസ്റ്റഡ് ദ കൾട്ടിവേഷൻ ഓഫ് പാഡി ആൻഡ് അതർ ഗ്രെയിൻസ്. അപ്പോൾ ഇത്തരത്തിൽ അയൺ ഇംപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയത് പാഡി കൾട്ടിവേഷന്, നെല്ല് കൃഷിക്ക്, അതുപോലെ തന്നെ മറ്റ് ധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിന് വളരെയധികം ക്രമാതീതമായ വർധനവുണ്ടാക്കുന്നതിന് കഴിഞ്ഞു എന്നത് ആണ്. ദ പ്രോഗ്രസ് ഓഫ് സെറ്റിൽഡ് ലൈഫ് ഫർദർ ഡെവലപ്ഡ് ഡ്യൂറിങ് ദ അയൺ ഏജ്. മാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ കുറച്ചുകൂടെ സെറ്റിൽഡ് ലൈഫ് നയിക്കുകയാണ്. കൃഷിയിടങ്ങൾ ശരിക്ക് ആരംഭിക്കുകയാണ്. കൃഷിയിടങ്ങൾ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷിയിട്ടിട്ട് അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല. അവിടെ തന്നെ അവൻ സ്ഥിരതാമസം ആരംഭിക്കും. അതിൻ്റെ വിളവെടുക്കുന്നതിന് വേണ്ടി അവിടെ തന്നെ അവൻ താമസിക്കും. വീണ്ടും അതേ സ്ഥലത്ത് അവൻ കൃഷി ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവൻ സെറ്റിൽഡ് ലൈഫ് നയിക്കുന്നു. ദ എക്സ്കവേഷൻസ് അറ്റ് ബോധി നായകന്നൂർ, തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, ഒരു സൈറ്റാണ്, ആർക്കിയോളജിക്കൽ സൈറ്റാണ് ബോധി നായകന്നൂർ, കരടിയൂർ, മണ്ടമ്പാടി എക്സെട്ര ത്രോസ് ലൈറ്റ് ഓൺ ദിസ് ഏജ്. ഈ സൈറ്റുകളിലെല്ലാം തന്നെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റൽ ഏജിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു വിവരണം നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ദ മെറ്റൽ ഏജ് വാസ് ഫോളോഡ് ബൈ അനദർ ഡെവലപ്ഡ് ഏജ് നെയിംഡ് ദ മെഗാലിത്തിക് ഏജ് ഓർ ബിഗ് സ്റ്റോൺ ഏജ്. മെഗാലിത്തിക് ഏജ് ഓർ ദ ബിഗ് സ്റ്റോൺ ഏജ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏജായിരുന്നു. മാത്രമല്ല, മനുഷ്യൻ്റെ ശവകുടീരത്തിന് മുകളിൽ വലിയ കല്ലുകൾ പ്രതിഷ്ഠിച്ച ഒരു കാലഘട്ടമായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കല്ലറകൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടു എന്നതാണ്. കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടം. എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ മെഗാലിത്തിക് ഏജ്? Megalithic age was the most advanced age among the prehistoric period. പ്രീഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ മെഗാലിത്തിക് കാലഘട്ടം ആയിരുന്നു. ഇറ്റ് ഫ്ലോറിഷ്ഡ് ബിറ്റ്വീൻ 700 to 400 BC. 700 BC to 400 BC. 700 BC മുതൽ 400 BC വരെയായിരുന്നു ഈ കാലഘട്ടം നിലനിന്നിരുന്നത്. The most important feature of this civilization was the erection of burial monuments known as megaliths. മെഗാലിത്തീസ് എന്ന് പറയുന്ന
വലിയ കല്ലുകൾ ഇവരുടെ ബറിയൽ പ്ലേസിൽ നാട്ടിവെക്കും, സ്ഥാപിച്ചു വയ്ക്കും. കല്ലറകൾ ഉണ്ടാക്കുകയാണ്, കല്ല് അറകൾ ഉണ്ടാക്കുകയാണ്. ദേ യൂസ്ഡ് ഹ്യൂജ് സ്റ്റോൺ ആസ് ടോംബുകളായിട്ട് വലിയ സ്റ്റോൺ അവർ പ്രതിഷ്ഠിച്ച കാലഘട്ടം. ഡെഡ് ബോഡീസ് വെയർ ബറീഡ് ഓൺ ദ സ്ലോപ്പ് ഓഫ് ഹിൽസ് ഓർ എലിവേറ്റഡ് ഗ്രൗണ്ട്സ്. എലിവേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഉയർന്ന സ്ഥലങ്ങളിലോ അതുപോലെ തന്നെ ഈ കുന്നുകളുടെ ചരിവിന്മേലോ ഒക്കെ ഡെഡ് ബോഡീസിനെ കൊണ്ട് അടക്കം ചെയ്യും. എന്നിട്ട് അവിടെ വലിയ കല്ലും പ്രതിഷ്ഠിക്കും. ലാർജ് ഏൺസ് ഓർ ജാർസ് വെയർ യൂസ്ഡ് ഫോർ ദ ബറിയൽ ഓഫ് ദ ഡെഡ്. വലിയ ജാറുകളിൽ ആണ് ഈ ഡെഡ് ബോഡീസിനെ അടക്കം ചെയ്തിരുന്നത്. ദ മെഗാലിത്തിക് ബറിയൽ റിവീൽഡ് ദ കസ്റ്റം ഓഫ് ദ ഏജ്. ഇവരുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെ എല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നു. ദ ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് ഹെൽഡ് അറ്റ് ആദിച്ചനല്ലൂർ, നീലഗിരീസ് ആൻഡ് ചെങ്കൽപ്പെറ്റ് റിവീൽഡ് ദ മെഗാലിത്തിക് സിസ്റ്റം ഓഫ് ബറിയൽ. ആദിച്ചനല്ലൂർ, ചെങ്കൽപ്പെറ്റ്, നീൽഗിരി തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. മെഗാലിത്തിക് കാലഘട്ടത്തെക്കുറിച്ചിട്ട് നല്ലൊരു അറിവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ബറിയൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നല്ലൊരു അറിവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ദർ വാസ് നോ സൈൻസ് ഓഫ് ക്രിമേഷൻ. ഡെഡ് ബോഡീസിനെ കത്തിച്ചതായിട്ട്, ദഹിപ്പിച്ചതായിട്ട് ഒരിടത്തും ഒരു തെളിവും നമുക്ക് ലഭിച്ചിട്ടില്ല. എല്ലാ ഡെഡ് ബോഡീസിനെയും കൊണ്ട് അടക്കം ചെയ്യുന്നു, വലിയ കല്ല് മുകളിൽ ടോംബായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ദർ വാസ് no signs of cremation. The discovery of megalithic whale indicated the worship of Murugan or Bale. വേല് കണ്ടു എത്തിയിട്ടുണ്ട് പലയിടങ്ങളിലന്ന്. ഇതിൻ്റെ അർത്ഥം അന്ന് മുരുകനെ, തമിഴ് പീപ്പിൾ വേലൻ എന്ന് വിളിച്ചിരുന്ന മുരുകനെ ആരാധിച്ചിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. The people of ആദിച്ചനല്ലൂർ cultivated rice. ആദിച്ചനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ജനങ്ങൾ നെല്ല് ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിച്ചിരുന്നു. ബ്രിക്സ്, ടൈൽസ്, ടോയ്സ്, മൾട്ടി കളേർഡ് ബെഡ്സ്, ഗ്ലാസ് ലാംപ്സ്, ക്ലേ ടോയ്സ് വെയർ മാനുഫാക്ചേർഡ് ഇൻ ദിസ് ഏജ്. ഇത്തരത്തിലുള്ള വസ്തുക്കൾ, പ്രത്യേകിച്ച് ഗ്ലാസ് ലാമ്പുകളും ടോയ്സും ടൈൽസ് എന്ന് പറയുന്നത് ഇന്നത്തെ നാം കാണുന്ന ടൈൽസ് ആയിരിക്കില്ല. മണ്ണ് കൊണ്ട്, ചെളി കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന ടൈൽസ്, ബ്രിക്സ്, ചുടുകല്ല്, കല്ല്, ഇതെല്ലാം തന്നെ അവർ ഉണ്ടാക്കിയിരുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയും കൂടെയാണിത്. അയൺ ഇംപ്ലിമെൻറ്റ്സ് ലൈക്ക് ഡാഗർ, കടാര, ഡാഗർ, ആരോ, സ്പിയർ, കുന്തം, അമ്പ്, ആരോ എക്സെട്ര വെയർ യൂസ്ഡ്. ഇതെല്ലാം തന്നെ അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നു. പീപ്പിൾ ഡെക്കറേറ്റഡ് ദെയർ ബോഡീസ് വിത്ത് സിൽവർ ആൻഡ് ഗോൾഡ്. ഇന്നത്തെ പോലെ സ്വർണം, സിൽവർ, വെള്ളി, ഇത്തരത്തിലുള്ള ലോഹങ്ങൾ ജനങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. അത് അവർ അണിഞ്ഞിരുന്നു എന്നതാണ്. ഗോൾഡ് ആൻഡ് കോപ്പർ കോയിൻസ് വെയർ ഇൻ സർക്കുലേഷൻ. ഈ ഒരു കാലഘട്ടത്തിൽ ഗോൾഡ്, കോപ്പർ കോയിൻസ് പലയിടങ്ങളിലും സർക്കുലേഷനിൽ ഉണ്ടായിരുന്നു. സെറാമിക് ഇൻഡസ്ട്രി വെയർ ആൾസോ ഡെവലപ്ഡ് ബൈ ദം. സെറാമിക് ഇൻഡസ്ട്രി, കളിമൺ കൊണ്ടുള്ള പാത്ര നിർമ്മാണം എന്ന് അവർ വികസിപ്പിച്ചിരുന്നു എന്നതാണ്. ദസ് ദ പ്രീ ഹിസ്റ്റോറിക് മാൻ ഡെവലപ്ഡ് themselves ത്രൂ ദ ഏജസ് ആൻഡ് റീച്ച്ഡ് ഹിസ്റ്റോറിക്കൽ ഏജ്. അങ്ങനെ ഈ പ്രീ ഹിസ്റ്റോറിക് മാൻ ധാരാളം കാലഘട്ടങ്ങളിലൂടെ വളർന്നു വരികയും വളരെ വികസിതമായിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്തു എന്നതാണ് സത്യം. ഓക്കെ ഫ്രണ്ട്സ്.